പാലക്കാട് തിരുവേഗപ്പുറ പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടു. പാലത്തിൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, റോഡിന്റെ നടുഭാഗത്തായിട്ട് തന്നെയാണോ വിള്ളൽ? എപ്പോഴാണ് വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടത്? ദിവ്യ, തിരുവേഗപ്പുറ പാലത്തിന്റെ ഒരു ഭാഗത്താണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ താൽക്കാലികമായി ഈ പാലത്തിന്റെ ഒരു ഭാഗത്ത് കൂടി മാത്രം, അതായത് വിള്ളലില്ലാത്ത ഭാഗത്ത് കൂടി മാത്രം ഈ വാഹനങ്ങൾ കടത്തിവിടുകയാണ്. സ്കൂട്ടറും ബൈക്കും ഉൾപ്പെടെയുള്ളവ ഈ വിള്ളലുള്ള ഭാഗത്ത് കൂടി പോകുന്നുണ്ട്. മറ്റെല്ലാ വാഹനങ്ങളും, കാറും ഓട്ടോറിക്ഷയും മുതൽ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഈ വിള്ളലില്ലാത്ത ഭാഗത്ത് കൂടിയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവേഗപ്പുറ പാലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പാലമാണ്. മലപ്പുറം, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ് തിരുവേഗപ്പുറ പാലം. ഇത് ഈ വളാഞ്ചേരിയിൽ നിന്ന് കൊപ്പത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് ജില്ലകളെ ഈ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പാലമാണ്. ഇതിലാണ് ഇപ്പോൾ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത്. വളരെ പഴക്കമുള്ള പാലമാണ്. എങ്കിൽ കൂടി സമീപകാലത്ത് ഇത് അറ്റകുറ്റപ്പണി നടത്തുകയും നവീകരിക്കുകയും ചെയ്തിരുന്നു, ബലപ്പെടുത്തുകയും മറ്റും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് വിഭാഗം ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. പാലത്തിന്റെ എന്താണ് കൃത്യമായൊരു അവസ്ഥ, ഈ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ടോ, ഈ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ടോ എന്ന കാര്യമെല്ലാം തന്നെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴെന്തായാലും താൽക്കാലികമായി ഈ വാഹനങ്ങൾ ഒരു ഭാഗത്ത് രൂപപ്പെട്ടു എന്നാണ് പ്രാഥമികമായി കരുതുന്നത്. ഈ പാലത്തിന് കാലപ്പഴക്കമുണ്ട്. വളരെ ഈ പഴക്കമുള്ള പാലമാണ്. എങ്കിൽ കൂടി അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ഈ പാലത്തിന് വിള്ളൽ രൂപപ്പെട്ടത് എന്നതടക്കം ഈ പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് വിഭാഗത്തിൻ്റെ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകുള്ളൂ. ആ പരിശോധന നടക്കുകയാണ്. അതിൽ തന്നെ ഒരു കൃത്യം എന്തുകൊണ്ട് വിള്ളൽ വന്നു എന്ന് ഒരുപക്ഷെ ഈ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താൻ കഴിയില്ല. അതിന് വിശദമായ പരിശോധനകൾ വേണ്ടിവരും. അത്തരം പരിശോധനകൾക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്.